നമസ്കാരം. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയോ? CM-ന്റെ പ്രസ് സെക്രട്ടറിയുടെ മകൻ പറഞ്ഞു വെച്ചത് എന്താണ്? ഇടതിന് ഹാട്രിക്ക് കിട്ടിയാൽ പിന്നെ എന്തും സംഭവിക്കാം കേട്ടോ. പിണറായിയുടെ പ്രസ് സെക്രട്ടറിയുടെ മകൻ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയൊക്കെയാണ്. കൊല്ലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ഉന്നയിച്ച റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ AV ജയകൃഷ്ണനെതിരെ സൈബർ ഇടങ്ങളിൽ ഭീഷണി. SDP പിന്തുണയുമായി ബന്ധപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി അവഗണിച്ചതിനെ ജയകൃഷ്ണൻ ചോദ്യം ചെയ്തു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ മകൻ അമൽ മനോജ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണി മുഴക്കിയത്. പ്രിയ സുഹൃത്തെ, കേസ് വന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് കാണണമെന്ന അമൽ മനോജിന്റെ പോസ്റ്റ് കണ്ണൂരിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗൗരവകരമായിട്ടുള്ള ഭീഷണിയാണ് എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലാനായിട്ടുള്ള ഭീഷണിയാണോ ഇത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും അതിന് നമുക്ക് അല്ല എന്ന് മറുപടി പറയാൻ കഴിയില്ല. 3/4 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സമയം അനുവദിച്ചപ്പോൾ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അപ്പോൾ അരങ്ങേറി. SDPI പിന്തുണയെക്കുറിച്ചുള്ള ജയകൃഷ്ണന്റെ ചോദ്യം ഉയർന്നപ്പോഴൊക്കെ പാർട്ടി മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർ മറ്റു ചോദ്യങ്ങളുമായി ഇടപെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെക്കുറിച്ചും മുണ്ടക്കൈ ദുരന്തത്തിലെ ഗ്യാരണ്ടിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വിശദമായിട്ടുള്ള മറുപടി നൽകിയില്ല എങ്കിലും SDPI വിഷയം വന്നപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ നമുക്കിവിടെ നിർത്താം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റപ്പോൾ ജയകൃഷ്ണൻ പ്രതിഷേധമുയർത്തി. ഇത് ശരിയല്ല, CMA ചോദ്യം ചോദിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പാർട്ടി ചാനലുകളെയും പത്രങ്ങളെയും മാത്രം വിളിച്ചാൽ പോരെ എന്ന് മറ്റു മാധ്യമ പ്രവർത്തകരും ഉച്ചവെച്ചതോടെ മടങ്ങിപ്പോകാൻ തുടങ്ങിയ മുഖ്യമന്ത്രി രൂക്ഷമായിട്ട് നോക്കി തിരികെ മൈക്കിനടുത്തെത്തി. ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരാ, ചോദിക്കണം. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അതാണ് പ്രകടമായത് എന്ന് മുഖ്യമന്ത്രി തിരികെ വന്ന് മറുപടി നൽകി മടങ്ങിപ്പോയി. സമയം കഴിഞ്ഞതുകൊണ്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വേദി വിടുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് CPM-ന്റെ സൈബർ ഇടം അല്ലെങ്കിൽ സൈബർ ഹാൻഡിലുകളിൽ ജയകൃഷ്ണനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം തുടങ്ങിയത്. PM മനോജിന്റെ സഹോദരൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എന്നും അതിനാൽ മകന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഭീഷണി നിസ്സാരമായി കാണാനാവില്ലെന്നും മാധ്യമ സംഘടനകൾ പ്രതികരിച്ചു. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ അടിച്ചമർത്തുന്നതും തുടർന്നുണ്ടാകുന്ന സൈബർ വിരട്ടലുകളും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന വിമർശനം വളരെ ശക്തമാണ്. അപ്പോൾ ഇതിനു മുൻപ് തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും ഇതേ ചോദ്യത്തോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി പ്രതികരിച്ചു. അപ്പോൾ അമലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമ പ്രവർത്തകരെ നേരിടുമെന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. SDPI പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ ഇത് ശരിയല്ല CMA എന്ന് ജയകൃഷ്ണൻ ചോദ്യം ചെയ്തതാണ് ഇടത് സൈബർ ഹാൻഡിലുകളെ പ്രകോപിപ്പിച്ചത്. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ ശാരീരികമായി നേരിടുമെന്ന തരത്തിലുള്ള ഭീഷണി PM മനോജിന്റെ മകൻ തന്നെ ഉയർത്തിയത് വലിയ ചർച്ചയായി. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുള്ള ഇത്തരം വാക്കുകൾ ഗൗരവകരമാണ് എന്ന് മാധ്യമ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭരണ തുടർച്ച കിട്ടിയാൽ മാധ്യമങ്ങളെയും വിമർശിക്കുന്നവരെയും ഏതുവിധേനയും അടിച്ചമർത്തുമെന്നതിന്റെ സൂചനയാണ് ഈ സൈബർ വിരട്ടലുകൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. വാർത്താ സമ്മേളനങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രം മതി എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തുടർന്നുണ്ടാകുന്ന ഇത്തരം ഭീഷണികളും ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്ന വിമർശനം വളരെ ശക്തമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ഇത്തരം വെല്ലുവിളികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നത്. ഇടതിന് ഏതെങ്കിലും തരത്തിലൊരു ഹാട്രിക് വിജയം ലഭിച്ചാൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില അടക്കം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അടക്കം അത് പൂർണ്ണമായിട്ടും തകരുമെന്ന ആശങ്ക രാഷ്ട്രീയ എതിരാളികൾ അടക്കം പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാതിരിക്കുകയും ചോദിക്കുന്ന ചോദ്യങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന CM-നോട് ഇങ്ങനെയല്ലേ ചോദിക്കുന്നത്? CMA നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു ആർജവം കാണിച്ച മാധ്യമ പ്രവർത്തകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളെ വഴിയിൽ വെച്ച് കണ്ടോളാം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള ഭീഷണി സ്വരം എന്തിനാണ് CM-ന്റെ പ്രസ് സെക്രട്ടറിയുടെ മകൻ പറഞ്ഞു വെക്കുന്നത്? വച്ചത് എന്താണ്?